ഞാൻ 1-2 ആഴ്ച വെയിറ്റ് ചെയ്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ നന്നായിട്ട് ഒന്ന് ഒരുങ്ങാൻ പോവാണ്, ഒരുങ്ങിയിട്ട് ശേഷം മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി. ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഡാഷ്ബോർഡിൽ നിന്ന് തന്നെ ആ ഉടമ്പടി പേപ്പർ കിട്ടി. കാരണം അത് ഉള്ളിലോട്ട് കയറി കിടക്കുമായിരുന്നു. അപ്പം എനിക്ക് രണ്ടാമത് ഉടമ്പടി എടുത്തതോടുകൂടി എനിക്ക് കൂടുതൽ വിശ്വാസത്തോടെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചു. അങ്ങനെ ജീവിതത്തിൽ ഞാനിപ്പോൾ ധാരാളം ആളുകളെ കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥ ശക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കൃപാസന മാതാവ് നമ്മുടെയോട് കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിലി ബ്രെഡ് എന്ന പ്രാർത്ഥനയുണ്ട്. ഞാനത് രാവിലെ കറക്റ്റ് സമയത്ത് തന്നെ കൂടി ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഫേസ്ബുക്കിലേക്കും ഷെയർ ചെയ്തതിന് ശേഷമേ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോകാറുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ജീവിതത്തിൽ വളരെയധികം ടെൻഷനുള്ള വ്യക്തിയായിരുന്നു. ഇപ്പം ഞാൻ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും ഞാൻ കർത്താവിൻ്റെ നാമത്തിലും അമ്മ കൃപാസനം മാതാവിൻ്റെ മധ്യസ്ഥതയിലും ഏൽപ്പിച്ചു കൊടുത്തിട്ടേ പോകാറുള്ളൂ.